പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തുൽ വസിയ്യത്തിൻ്റെ ആയത്തെന്ന പേരിൽ വിശ്രുതമായ സൂറത്തുൽ ബഖറയിലെ 180 വചനമാണ് പഠിച്ചു തുടങ്ങിയത്. നമ്മൾ ആയത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവതരണ പശ്ചാത്തലവും വസിയ്യത്തുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളും ഒക്കെ ഇവിടെ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇന്ന് ആയത്തിൻ്റെ പ്രയോഗങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കുകയാണ്. ഏതാനും വിഷയങ്ങൾ, വിധികൾ ഇതൊക്കെ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ വചനം കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്നുള്ളതാണ്. ഇതിൽ കുതിബ അലൈക്കും ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ കുതിബ പറഞ്ഞു, ഫുരിദ നിർബന്ധമാക്കപ്പെട്ടു. ചില മുഫസ്സിറുകൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്ന് വിളിക്കാതെ കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടു, നിയമമാക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഈ തുടക്കത്തിൽ പ്രയോഗം വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസികളെ വിളിച്ചുകൊണ്ടുള്ളൊരു തുടക്കം ഇവിടെ വരാത്തത്? വസിയ്യത്തിൻ്റെ വിഷയം അത്രമേൽ വിശ്രുതമായിരുന്നു. ആളുകൾ ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന, പ്രയോഗിക്കുന്ന ഒരു മസലയുമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിയില്ലാതെ തന്നെ ഇവിടെ അഭിസംബോധന വന്നത്. പിന്നെ കുതിബ അലൈക്കും, ഫുരിദ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. നിർബന്ധമാക്കപ്പെട്ടത് എന്താണ്? അതിവിടെ അൽ വസിയ്യത്തു, വസിയ്യത്ത് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. ആദ്യകാലത്ത് വസിയ്യത്ത് ചെയ്യൽ, പ്രത്യേകിച്ച് അൽ വസിയ്യത്തുൽ മാലിയ, സ്വത്തുകൊണ്ടുള്ള വസിയ്യത്ത്, സ്വത്തിലെ വസിയ്യത്ത്, അത് നിർബന്ധമായിരുന്നു. ഈ നിർബന്ധ വിധി പിന്നീട് മൻസൂഖ്, ദുർബലമാക്കപ്പെടുകയോ അല്ലെങ്കിൽ മഖ്സൂസ്, പ്രത്യേകമാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഉദ്ദേശം നമുക്ക് പറയാം, മനസ്സിലാക്കാം. ആദ്യകാലത്ത് ഈ ആയത്തിൻ്റെ അവതരണ നാളുകളിൽ വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമായിരുന്നു. അതാണ് കുതിബ അലൈക്കും എന്ന ഈ പ്രയോഗം അറിയിക്കുന്നത്. വുജൂബായിരുന്നു ഹുക്കും, നിർബന്ധം. പിന്നീട് അത് മൻദൂബിൻ്റെ, സുന്നത്തിൻ്റെ ഹുക്കുമിലേക്ക് മാറി. ഇവിടെ നമ്മൾ കുതിബ അലൈക്കും എന്നുള്ളതിൻ്റെ ആ നിർബന്ധ വിധി അത് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് സ്വത്ത് കൊണ്ടുള്ള വസിയ്യത്ത് അത് നിർബന്ധമാക്കപ്പെട്ടത്? അന്ന് ആ വസിയ്യത്ത് അടുത്ത ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും പ്രത്യേകിച്ച്, അത് ഈ ഒരു ഭാഗം മനസ്സിലാക്കുമ്പോൾ അനിവാര്യമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാമിൽ അർഹരായവർക്ക്, അടുത്ത ബന്ധുക്കൾക്ക് വസിയ്യത്ത് ചെയ്യപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം, അതിനനിവാര്യത, അതിനെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു നിർബന്ധ വിധി അവതരിപ്പിക്കപ്പെട്ടത്. അന്ന് അടുത്ത ബന്ധുക്കളും ആവശ്യക്കാരും വസിയ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടിരുന്നു. ചരിത്രം നമ്മൾ കേട്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത ബന്ധുക്കളും ആവശ്യക്കാരും ഒരു വ്യക്തിയുടെ മരണാനന്തരം അന്യാശ്രയക്കാരായി ഉണ്ടാവുക എന്നുള്ളതൊരിക്കലും ദീനുൽ ഇസ്ലാം
സമ്മതിക്കുന്ന വകവെക്കുന്ന വിഷയമേ അല്ല. മാതാപിതാക്കൾ നേരിട്ടൊരു മയ്യത്തിന് അനന്തരമെടുക്കും. പക്ഷേ മാതാപിതാക്കളുടെ ഗണം അത് നേരിട്ടുള്ള മാതാപിതാക്കളിൽ പരിമിതമല്ല. മാതൃമഹതികളുണ്ട്, പിതാമഹന്മാരുണ്ട്. നേരിട്ടുള്ള മാതാപിതാക്കളുണ്ട് എങ്കിൽ മാതൃമഹതികളും പിതാമഹന്മാരും തടയപ്പെടും. അവർക്ക് സ്വത്ത് അനന്തരമായി ലഭിക്കില്ല. അത്തരക്കാർ സ്വത്തുകൊണ്ട് പരിഗണിക്കപ്പെടണമെങ്കിൽ വസിയ്യത്തിലൂടെ മാത്രമേ സാധ്യമാകൂ. ഇതേപോലെയാണ് പൗത്രന്മാരുടെ വിഷയവും. ഇസ്ലാം നിരൂപിക്കപ്പെട്ടൊരു വിഷയമാണ് പൗത്രന്മാരുടെ അനന്തര സ്വത്തിൻ്റെ വിഷയം. പക്ഷേ പൗത്രന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വത്ത് അവർക്ക് ഹനിക്കപ്പെടുക എന്നുള്ളതില്ല. എങ്ങനെയാണ് അവർക്ക് സ്വത്ത്? അത് വസിയ്യത്ത് സജീവമാക്കുന്നതിലൂടെയാണ്, പ്രയോഗവൽക്കരിക്കുന്നതിലൂടെയാണ്. പൗത്രന്മാർ അടുത്ത ബന്ധുക്കളിൽ ഏറ്റവും അടുത്തവരാണ് ഒരു മയ്യത്തിനോട്. ഇതേപോലെ സഹോദരന്മാർ, സഹോദരികൾ, പിതൃ സഹോദരന്മാർ, സഹോദരികൾ, മാതൃ സഹോദരന്മാർ, സഹോദരികൾ, ഇങ്ങനെ അടുത്ത ബന്ധുക്കൾ, ഇവർക്കൊക്കെ പലപ്പോഴും അനന്തരത്തിലൂടെ സ്വത്ത് തടയപ്പെടും. പക്ഷേ അവർക്ക് സ്വത്ത് ലഭ്യമാകും. അതിനാണ് വസിയ്യത്ത്. അത് നിർബന്ധമാക്കപ്പെട്ടു ആദ്യകാലത്ത്. എന്തുകൊണ്ട്? വസിയ്യത്തിൻ്റെ വിഷയത്തിൽ അന്യായവും അനീതിയും അക്രമവും തുടർന്നിരുന്നതിനാൽ. എത്ര ഗൗരവത്തിലാണ് വസിയ്യത്തിൻ്റെ വിഷയം ഇസ്ലാമിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ഫീഹി യബീതു ലൈലതൈൻ ഇല്ലാ വസിയ്യതുഹു മക്തൂബത്തുൻ ഇൻദഹു എന്നാണ്. ഒരു വിഷയത്തിൽ വസിയ്യത്ത് ചെയ്യുവാൻ ഉദ്ദേശമുള്ള ഒരു വ്യക്തി ആ വസിയ്യത്ത് രേഖപ്പെടുത്താതെ 2 രാത്രി പോലും കഴിച്ചു കൂട്ടാൻ പാടുള്ളതല്ല. അത് അയാൾക്ക് അർഹമോ ഉചിതമോ അല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കട്ടായം പറഞ്ഞത്. വസിയ്യത്ത് അതിൽ സജീവ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അള്ളാഹു വസിയ്യത്തിൻ്റെ വിഷയത്തിൽ സൂറത്തുൽ ബഖറയിലെ 180, 181, 182 വചനങ്ങൾ നമ്മൾ വഴിയെ പഠിക്കും. ഇൻഷാ അല്ലാഹ് ഈ തുടർച്ചയിൽ അവതരിപ്പിച്ചു. തീർന്നില്ല. വസിയ്യത്തിൻ്റെ വിഷയത്തിൽ നോക്കൂ നിങ്ങൾ ഈ വചനങ്ങൾ. സൂറത്തുൻ നിസായിൽ അനന്തരാവകാശമായുള്ള സ്വത്ത് വിഭജനം, അംശാവകാശികളുണ്ട്, അസ്ഹാബുൽ ഫുറൂദ് സൃഷ്ടാവകാശികളുണ്ട്, അൽ അസബ അവരുടെയൊക്കെ സ്വത്ത് വിഹിതം അവർക്ക് നൽകുന്ന വിഷയം പറയവേ 2 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് വസിയ്യത്തിൻ്റെ വിഷയം. അത് നോക്കൂ നിങ്ങൾ എത്ര ശൈലിയിൽ, ആരോടൊക്കെ. ഇവിടെ നോക്കൂ നിങ്ങൾ സൂറത്തുൽ ബഖറയിലെ 11-ാം വചനം, മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹ. സ്വത്ത് അനന്തരമായി അവകാശികൾക്ക് നൽകേണ്ടത് വസിയ്യത്ത് നടപ്പിലാക്കിയതിന് ശേഷമാണ്. വസിയ്യത്ത് ചെയ്തത് നടപ്പിലാക്കിയതിന് ശേഷമാണ് നൽകേണ്ടത്. എന്ത്? അനന്തര സ്വത്ത്. നിസായിലെ തന്നെ 12-ാം വചനത്തിൽ മറ്റൊരു പ്രയോഗം, മിൻ ബഅദി വസിയ്യത്തിൻ യൂസീന ബിഹ ഔ ദൈൻ. മരണപ്പെട്ട വ്യക്തികൾ ഇണകളാണ്, സ്ത്രീകളാണ് എങ്കിൽ അവർ നിർവഹിച്ച വസിയ്യത്തിന് ശേഷമാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് സ്വത്തവകാശം നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി മരണപ്പെട്ടത് ഭർത്താക്കന്മാരാണ്, പുരുഷന്മാരാണ്, ഭാര്യമാരാണ്, സ്ത്രീകളാണ് അനന്തരമെടുക്കുന്നത് എങ്കിൽ മിൻ ബഅദി വസിയ്യത്തിൻ തുസൂന ബിഹ ഔ ദൈൻ. നിങ്ങൾ ഭർത്താക്കന്മാർ ചെയ്യുന്ന വസിയ്യത്ത് അത് നടപ്പിലാക്കിയതിന് ശേഷമാണ് അനന്തര സ്വത്ത് നൽകേണ്ടത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേ തുടർച്ചയിൽ മിൻ ബഅദി വസിയ്യത്തിൻ യൂസാ ബിഹ എന്നാണ്. വസിയ്യത്ത് ചെയ്യപ്പെടുന്ന ആ വസിയ്യത്ത് നിർവഹിച്ചതിന് ശേഷമാണ് അനന്തര സ്വത്ത് കൊടുക്കേണ്ടത്. അനന്തരമെടുക്കാൻ അടുത്ത ബന്ധുക്കളില്ലാത്ത കലാലത്തിൻ്റെ വിഷയത്തിൽ പറയുമ്പോൾ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയാണ്. അനന്തര സ്വത്ത് വിഹിതം വെക്കുന്ന വിശദമായിട്ടുള്ള പരാമർശം വന്ന 2 ആയത്തുകളാണ് സൂറത്തുൻ നിസായിലെ 11, 12 വചനങ്ങൾ. ഈ 11, 12 വചനങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മിൻ ബഅദി വസിയ്യത്തിൻ എന്ന്. യൂസി
ബിഹ യൂസീന ബിഹ തൂസൂന ബിഹ യൂസ ബിഹ. നോക്കൂ നിങ്ങൾ, വസിയ്യത്തിൻ്റെ ഗൗരവം, പ്രാധാന്യം അതെത്രമേൽ. എന്തിനാണ് അനന്തര സ്വത്ത് കൊടുക്കുന്ന വിഷയം ഇത്രത്തോളം ആവർത്തിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ. എന്നാൽ വസിയ്യത്ത് കൂടുതൽ ആവർത്തിച്ചുകൊണ്ട് പരാമർശിക്കപ്പെട്ടു ഈ ശൈലികളിലെല്ലാം. എന്ന് മാത്രമല്ല, പരാമർശം വന്നപ്പോൾ അനന്തരസ്വത്ത് നൽകേണ്ടത് കടം വീട്ടിയതിനും വസിയ്യത്ത് നടപ്പിലാക്കിയതിനും ശേഷമാണ്. മരണപ്പെട്ട വ്യക്തിക്ക് കടമുണ്ട് എങ്കിൽ ആ കടമാണ് ആദ്യം വീട്ടേണ്ടത് അയാളുടെ അനന്തരസ്വത്തിൽ, പിന്നെയാണ് വസിയ്യത്ത്, പിന്നെയാണ് അനന്തരാവകാശികൾക്കുള്ള അവകാശം നൽകേണ്ടത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ ബഅദി വസിയ്യത്തി യൂസി ബിഹാ ഔ ദൈൻ, വസിയ്യത്തിനാണ് മുന്തിപ്പിച്ചത്, കട വീട്ടുന്നതിനെ പിന്തിപ്പിച്ചാണ് പറഞ്ഞത്. ഈ വചനങ്ങളിലെല്ലാം യൂസീന ബിഹ ഔ ദൈൻ, തൂസൂന ബിഹ ഔ ദൈൻ, യൂസ ബിഹ ഔ ദൈൻ. ഇവിടെയൊക്കെ ദൈൻ പിന്നീടാണ് പറയപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, പറയുമ്പോൾ ആദ്യം കടാണ് വീട്ടേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറയുകയും നടപ്പിലാക്കുകയും ചെയ്ത വിഷയമാണ്. കടം ആദ്യം, പിന്നെ വസിയ്യത്ത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോൾ വസിയ്യത്തിനെയൊക്കെ മുന്തിപ്പിച്ച് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഇത് ആവർത്തിച്ച് പറഞ്ഞത്, ഇങ്ങനെ മുന്തിപ്പിച്ച് പറഞ്ഞത്? അത് വസിയ്യത്തിൻ്റെ അനിവാര്യത, ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം ഇത് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. തീർന്നില്ല, ഇനിയും വസിയ്യത്തിൻ്റെ വിഷയത്തിൽ സൂറത്ത് മാഇദയിലെ ഈ വചനം നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഷഹാദതു ബൈനികും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഹീനൽ വസിയ്യത്തി ഇസ്നാൻ ദവാ അദ്ലിൻ മിൻകും ഔ ആഖറാനി മിൻ ഗൈരിക്കും. ഇവിടെ ഹീനൽ വസിയ്യ, വസിയ്യത്ത് ചെയ്യുന്നതിനെ കുറിച്ച്, വസിയ്യത്ത് ചെയ്യുമ്പോൾ അതിന് സാക്ഷിയെ നിർത്തുന്നതിനെ കുറിച്ച്, അവരുടെ സാക്ഷ്യം എങ്ങനെ, എപ്പോൾ എന്ന് തുടങ്ങിയതിനെക്കുറിച്ച്, സാക്ഷികൾ ആരാകണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരണമാണ് സൂറത്തുൽ മാഇദയിലെ 206 വചനം. അപ്പോൾ വസിയ്യത്ത് അത് എത്രമേൽ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്, എത്ര ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതെന്തുകൊണ്ട്? ഇതൊക്കെ നമ്മളിവിടെ ശരിക്കും മനസ്സിരുത്തി സഗൗരവം പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് നമ്മുടെ ആയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, കുതിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടു എന്നാണ്. ഫുരിദ അലൈക്കും. എന്തുകൊണ്ട്? വസിയ്യത്തിനെ, വസിയ്യ മാലിയ, സ്വത്ത് കൊണ്ടുള്ള വസിയ്യത്തിനെ നിർബന്ധമാക്കി, നിയമമാക്കി നിശ്ചയിച്ചു. ആദ്യകാലത്ത് അത് വസിയ്യത്തിൻ്റെ ആവശ്യകതയും അനിവാര്യതയും. യഥാവിധം വസിയ്യത്ത് നടപ്പിലാക്കേണ്ടുന്നതിൻ്റെ അന്നാളുകളിലെ അനിവാര്യത ഇത് ബോധ്യപ്പെടുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. ഈ വിധി പിന്നീട് ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിർബന്ധ വിധി പിന്നീട് ഐച്ഛികമായി, മന്ദൂബായി നിർബന്ധ വിധിയെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് വചനം അവതരിപ്പിച്ചപ്പോൾ അതിനെ നിർബന്ധമാക്കി? അത് മനസ്സിലാക്കാനാണ് കാര്യം ഞാനിവിടെ ഉണർത്തിയത്. വസിയ്യത്തിൻ്റെ വിഷയത്തിൽ അന്നാളുകളിൽ വലിയ തിരുത്തലുകൾ അനിവാര്യമായിരുന്നു. വസിയ്യത്ത് യഥാവിധം നിർവഹിക്കപ്പെടൽ അത്യന്താപേക്ഷിതമായിരുന്നു. ആർക്കാണോ വസിയ്യത്ത്, അതിൽ അർഹരാരാണോ അവരെ ഊന്നിയായിരിക്കണം വസിയ്യത്ത്. ഇതിനെ ബോധ്യപ്പെടുത്താനാണ് ഈ നിർബന്ധ വിധി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത്. ഇദാ ഹദറ ആസന്നമായാൽ, ഹാദിറായാൽ, അഹദകും നിങ്ങളിൽ ഒരാൾക്ക്, അൽ മൗത്തു മരണം. ഇവിടെ നിങ്ങളിൽ ഒരാൾക്ക് മരണം
ആസന്നമായാൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ മരണം ആസന്നമാവുക എന്ന് പറഞ്ഞാൽ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി മനുഷ്യൻ ഗർഗറ പറയുന്ന, ശ്വാസം തൊണ്ടയിൽ കുരുങ്ങി അവൻ്റെ ശബ്ദം ഗദ്ഗദമാകുന്ന സാഹചര്യം, അവസ്ഥ എന്നുള്ളതല്ല. പിന്നെയോ ഇവിടെ ഇദാ ഹദറ അഹദുകുമുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അസ്ബാബ്, കാരണങ്ങൾ, അല്ലെങ്കിൽ മരണത്തിൻ്റെ അമാറാത്ത്, ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മരണത്തിൻ്റെ മുഖദ്ദിമാത്ത്, ഇതൊക്കെയാണ് ഉദ്ദേശം. മരണത്തിനുള്ള കാരണങ്ങൾ, അസ്ബാബ്, അല്ലെങ്കിൽ അമാറാത്ത്, അതിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ, പിന്നെ മരണത്തിൻ്റെ ഈ ആമുഖം എന്നോണം ഉണ്ടാകുന്ന കാര്യങ്ങൾ, രോഗങ്ങൾ പോലെ. നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകുമാറാവട്ടെ. ചില മാറാരോഗങ്ങൾ, അതൊക്കെ മരണത്തിൻ്റെ സബബും അമാറത്തും മുഖദ്ദിമത്തൊക്കെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള മരണലക്ഷണങ്ങൾ അത് ആയാൽ എന്നുള്ളതാണ് ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം. അല്ലാതെ ഹദീസിൽ പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദ് മാ ലം യുഗർഗിർ. ഒരു മനുഷ്യൻ അവൻ്റെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും അവൻ ഗർഗറ പറയാത്തിടത്തോളം കാലമെന്നാണ്. ഗർഗറ എന്ന് പറഞ്ഞാൽ ആത്മാവ് തൊണ്ടയിലെത്തി ഇനി മരണമല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള ഒരവസ്ഥ സംജാതമാവുക. അപ്പോൾ ഒരാൾ തൗബ ചെയ്താൽ അത് ഫലിക്കൂല്ല. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാവട്ടെ. ആ സമയത്ത് വസിയ്യത്ത് ഒരാൾ ചെയ്താൽ ആ വസിയ്യത്ത് അത് അസ്വീകാര്യവുമാണ്, അത് നടപ്പിലാക്കാൻ പാടുള്ളതുമല്ല. കാരണം മരണം ആസന്നമായി, ആത്മാവ് തൊണ്ടക്കുഴിയിൽ അവനോട് വേർപിരിയാൻ, ദേഹത്തോട് വേർപിരിയാൻ ദേഹി അടുക്കുന്ന സമയം ഒരാൾ സക്രത്തുൽ മൗത്ത്, മരണത്തിൻ്റെ വേദനയിലും വെപ്രാളത്തിലും, അള്ളാഹു പറഞ്ഞില്ലേ ഗമറാത്തുൽ മൗത്ത്, സക്കറത്തുൽ മൗത്ത്, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരുമാറാവട്ടെ. ആ സമയം ഒരു മനുഷ്യൻ അബോധാവസ്ഥയിലെന്ന പോലെ ആയിരിക്കും. അയാൾ എന്ത് പറയുന്നുവോ എന്തറിയിക്കുന്നുവോ അതിൽ അയാൾക്കൊരു തിട്ടമോ ഉറപ്പോ ഇല്ലാത്തൊരു സാഹചര്യമാണത്. ആ സമയത്തുള്ള വസിയ്യത്ത് അത് തിരസ്കരിക്കപ്പെടും, സ്വീകരിക്കപ്പെടില്ല, അത് നടപ്പിലാക്കപ്പെടാൻ പാടുള്ളതുമല്ല. എപ്പോഴുള്ള വസിയ്യത്താണ് സ്വീകാര്യം, പ്രബലം? അത് ഈ മരണ ലക്ഷണങ്ങൾ ഒരാളിൽ തെളിയുക, ഉണ്ടാവുക, അപ്പോഴുള്ള വസിയ്യത്താണ്. ഇനി ഒരാളിൽ മരണലക്ഷണം പ്രകടമായില്ല, അതിനു മുമ്പ് തന്നെ അയാൾ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സ്വീകാര്യമാണ്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ വസിയ്യത്തിൽ വെമ്പൽ കൊള്ളുന്നതും വസിയ്യത്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നതും മരണാസന്നനായി, രോഗഗ്രസ്തനായി, അല്ലെങ്കിൽ മരണത്തിൻ്റെ അടയാളങ്ങൾ തന്നിൽ തെളിയുന്ന കാണുന്ന അവസ്ഥ വരുമ്പോഴാണ് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു അവസ്ഥ അതാണല്ലോ. അപ്പോഴാണ് വസിയ്യത്തിനെ കുറിച്ച് ആലോചിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ ഖതാദ ഇബ്നു ദഅാമ സുദൂസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, വൈലക യബ്ന ആദം, മനുഷ്യ കഷ്ടം, കുൻത ബഖീലൻ മുംസിക്കൻ, നീ പിശുക്കനായിരുന്നു, സ്വത്തുക്കൾ പിടിച്ചു വെക്കുന്നവനുമായിരുന്നു. ഹത്ത ഇദാ ഹദറക്കൽ മൗത്ത്, എന്നിട്ട് നിനക്ക് മരണം ആസന്നമായാൽ അഖത്ത തുദഅദിഉ മാലക് വതുഫരിഖുഹു, നീ നിൻ്റെ സ്വത്തുക്കളെല്ലാം നീ ശേഖരിക്കുന്നു, എന്നിട്ട് വതുഫരിഖുഹു, അത് പെട്ടെന്ന് ദാനം ചെയ്യുന്നു. ഇബ്ന ആദം ഇത്തഖില്ലാ ഇത്തഖില്ലാ, മനുഷ്യ അള്ളാഹുവെ സൂക്ഷിക്ക്, അള്ളാഹുവെ സൂക്ഷിക്ക്. വലാ തജ്മഉ ഇസാഅതൈൻ ഫി മാലിക്, നിൻ്റെ സ്വത്തിൽ നീ രണ്ട് തിന്മകളെ ഒന്നിപ്പിക്കല്ലേ. സ്വത്തിൻ്റെ വിഷയത്തിൽ
നീ 2 തിന്മകൾ ചെയ്യല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താ? ഒന്ന്, ഇസാഅത്തൻ ഫിൽ ഹയ വ ഇസാഅത്തൻ ഇൻദൽ മൗത്ത്. ജീവിതകാലത്തൊരു തെറ്റ്, മരണവേളയിൽ മറ്റൊരു തെറ്റ്. എന്താ ജീവിതകാലത്തെ തെറ്റ്? ജീവിതകാലത്ത് സ്വത്ത് ശേഖരിച്ചു, കൂമ്പാരമാക്കി, കുന്നാക്കി, പിശുക്കി എടുത്തു വച്ചു, അതൊരു തെറ്റ്. മരണസമയത്തുള്ള തെറ്റ്, അതാണ് ഇസാഅത്തൻ ഇൻദൽ മൗത്ത്. അതെന്താ? ഇനി തനിക്ക് ഭാവിയില്ല, മരണമേ ഉള്ളൂ എന്ന് കാണുമ്പോൾ ഈ ശേഖരിച്ച സ്വത്തൊക്കെ ഒന്നുകൂടി വേഗം പെറുക്കി കൂട്ടിയിട്ട് പിന്നെ അത് കൊടുത്തൊഴിവാക്കാനുള്ള ത്വര ആ സമയത്ത്. അതുവരെ ഇല്ലാത്തൊരു മനസ്സപ്പോൾ ഇത് വ്യയം ചെയ്യാൻ, ആ മനസ്ഥിതി ഒരു തെറ്റാണ്. പലപ്പോഴും അനന്തരാവകാശികളെയും അർഹരെയും ഒക്കെ ഹനിക്കും ഇതായിരിക്കും ഈ ചെലവഴിക്കൽ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഉംബുർ ഖറാബത്തക്കല്ലത്തി യഹ്താജൂൻ വല യരിസൂൻ. ആവശ്യക്കാരായ അടുത്ത ബന്ധുക്കൾ, അനന്തരമെടുക്കാത്ത അടുത്ത ആളുകൾ, അവരൊക്കെ അന്വേഷിക്ക്. എന്നിട്ട് ഫൗസിലഹും, അവർക്കൊക്കെ വേണ്ടിയിട്ട് നീ വസിയ്യത്ത് ചെയ്യ്. മിൻ മാലിക ബിൽ മാറൂഫ്, നിൻ്റെ സ്വത്തിൽ നിന്ന് മാറൂഫായ നിലക്ക്, ദീൻ പറഞ്ഞ നല്ല നിലക്കുള്ള വസിയ്യത്ത് നീ നിർവഹിക്കുക എന്നാണ് പറയുന്നത്. ഖതാദയെ ഞാനിവിടെ ഉദ്ധരിച്ചത് മനുഷ്യന്മാരുടെ പൊതുവെ ഒരവസ്ഥയാണ് സ്വത്ത് സമ്പാദിക്കുക, സ്വരൂപിക്കുക, തനിക്കാക്കുക എന്നുള്ളത്. കൊടുക്കൂല, ദാനധർമ്മം നിർവഹിക്കൂല. എന്നിട്ട് മരണാസന്നമായിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇത് കൊടുക്കാനുള്ള തത്രപ്പാട്, അതുവരെ കൊടുക്കാതെ എടുത്തു വച്ചാൽ മനസ്ഥിതി, അത് തെറ്റ്. മരണാസന്നമാകുമ്പോൾ അനന്തരാവകാശികളെപ്പോലും മറന്നുകൊണ്ട് ഇത് കൊടുത്തു തീർക്കാനുള്ള തത്രപ്പാട്, അത് ആ ഒരു മനസ്ഥിതി, അത് മറ്റൊരു തെറ്റ്. ഈ 2 തെറ്റുകൾ നിനക്കുണ്ടാകരുത്, അള്ളാനെ സൂക്ഷിക്കുക എന്നാണ് ഇവിടെ ഖതാദ പറയുന്നതിൻ്റെ പൊരുൾ. ഞാൻ പറഞ്ഞു വന്നത്, മരണാസന്നനായി ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ഇനി തനിക്കൊരു ജീവിത ഭാവിയില്ല എന്നുള്ളത് ബോധ്യപ്പെടുമ്പോൾ അപ്പോഴല്ല ഈ വസയ്യത്ത്. ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കാരണങ്ങൾ, മരണത്തിൻ്റെ അടയാളങ്ങൾ, മരണത്തിൻ്റെ മുഖദ്ദിമകൾ, മരണത്തിന് ആമുഖമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, അത് തെളിയുമ്പോൾ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് റൂഹിനെ പിരിക്കാൻ, യാത്രയാക്കാൻ ഉള്ള ആ സമയം അതല്ല എന്നുള്ളതാണ്. ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറൻ, അവൻ ഖൈറിനെ വിട്ടേച്ചുവെങ്കിൽ, ആ ഖൈറിലാണ് വസിയ്യത്ത്. എന്താണ് ഖൈർ? ഇവിടെ ഖൈർ എന്നാൽ ഉദ്ദേശം അൽ മാൽ, സമ്പത്താണ്. അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. നമുക്കറിയാം ഖൈർ പല അർത്ഥങ്ങളിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. അഖിയർ, ഖൈർ, ഉത്തമം, നന്മ, ഗുണം, അനുഗ്രഹം, ശ്രേഷ്ഠം, ഇങ്ങനെ പല അർത്ഥങ്ങളിൽ. ചില തഫ്സീറുകളിൽ വിശുദ്ധ ഖുർആനിൽ ഖൈർ എന്ന അറബി പദത്തിന് 8ഓളം അർത്ഥത്തിൽ ഖൈർ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ പറഞ്ഞതുപോലെ ഇവിടെ ഉദ്ദേശം അൽ ഖൈർ എന്ന് പറഞ്ഞാൽ അൽമാൽ, സ്വത്താണ്. ഇൻ തറക ഖൈറൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മരണാസന്നനായ വ്യക്തി സ്വത്ത് വിട്ടേച്ചുവെങ്കിൽ, ശേഷിപ്പിച്ചുവെങ്കിൽ എന്നാണ്. എന്തുകൊണ്ട് അൽമാൽ ഇൻ തറക മാലൻ എന്ന് പറയാതെ ഖൈറൻ എന്ന് പ്രയോഗിച്ചു? അതൊരു വിഷയം. ഈ ഖൈർ അത് എത്ര അളവിൽ, എങ്ങനെയുള്ളത്, അത് മറ്റൊരു വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.